ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇവയ്ക്ക് എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻഡും ഡൈജസ്റ്റീവ് ജ്യൂസ്, ആ ഡൈജസ്റ്റീവ് ജ്യൂസിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ്, അതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ കംപ്ലീറ്റ് ആയി കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന എൻഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അല്ലേ. പ്രോട്ടീന് ഡൈജഷൻ നടന്ന് ലഭിക്കുന്ന എൻഡ് പ്രോഡക്റ്റാണ് അമിനോ ആസിഡ്സ്. ഫാറ്റിന് ഡൈജഷൻ നടന്ന് ഉണ്ടാവുന്ന എൻഡ് പ്രോഡക്ട്സ് ആണ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. നോക്കൂ, ഈ ഡൈജഷൻ നടന്നുണ്ടായ ഈ എൻഡ് പ്രോഡക്ട്സ് അത് ഈ ലാസ്റ്റ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുക ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇവയിൽ നിന്നുണ്ടായ ഡൈജഷൻ നടന്നുണ്ടായ ഈ എൻഡ് പ്രോഡക്ട്സ് ആണ് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, അമിനോ ആസിഡ്സ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇവയൊക്കെ എന്തിനാണ് പ്രയോജനപ്പെടുന്നത്, ഹെൽപ്പ് ചെയ്യണത് എന്തിനാണ്? അതായത് ഈ പ്രോഡക്ട്സൊക്കെ നമ്മുടെ സെല്ലിൽ നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസിന്, പല തരത്തിലുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസിന് ഈ ഓരോ പ്രോഡക്ട്സും ആവശ്യമാണ്. അപ്പോൾ സെല്ലിലേക്ക് ഈ പ്രോഡക്ട്സൊക്കെ എങ്ങനെയായിരിക്കും, അതായത് ഈ ന്യൂട്രിയൻസ്, അതായത് നമ്മുടെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ ഡൈജഷൻ നടന്നുണ്ടായിട്ടുള്ള സിമ്പിൾ മോളിക്യൂളായിട്ടുള്ള ഈ ന്യൂട്രിയൻസ് സെല്ലിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് ബ്ലഡിലൂടെയാണ് അത് സെല്ലിൽ എത്തിച്ചേരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആവണത് ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഈ ഡൈജഷൻ നടന്നുണ്ടായിട്ടുള്ള ഈ പ്രോഡക്ട്സൊക്കെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണതും ഇൻറ്റസ്റ്റൈനിൽ വെച്ച് തന്നെയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അബ്സോർപ്ഷൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫുഡ്, അതായത് ന്യൂട്രിയൻസ്, ഡൈജഷൻ നടന്നുണ്ടായ ഈ ന്യൂട്രിയൻസൊക്കെ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യണത്, അതിനെങ്ങനെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹെൽപ്പ് ചെയ്യണത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സ്മോൾ ഇൻറ്റസ്റ്റൈന് എങ്ങനെയാണ് സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ, ഡൈജഷനിലൂടെ ഉണ്ടായ സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. ഓക്കെ. അപ്പോൾ നോക്കൂ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീളം കൂടിയ ഒരു കുഴലാണ്, ചുരുണ്ട് മടങ്ങിയാണ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ തുടർച്ചയായിട്ട് അത് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ തന്നെ അബ്സോർപ്ഷന്, അതുപോലെ അവിടെ വെച്ച് ഡൈജഷൻ നടക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത് കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് വില്ലൈ എന്ന് പറയുക. പേജ് നമ്പർ 26 ഇല്ലുസ്ട്രേഷൻ 2.6 ഒന്ന് നോക്കുക. പൊസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് വില്ലസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പിക്ചർ കാണിച്ചിട്ടുള്ളത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് പിക്ചർ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുള്ളത് ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിൽ ഇന്നർ സൈഡിൽ എങ്ങനെയാണ് വില്ലസുകൾ കാണപ്പെടുന്നത് എന്നാണ് കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? തേർഡ് പിക്ചർ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടില്ലേ, അത് ഒരു വില്ലസിൻ്റെ മാത്രമായിട്ടുള്ള പിക്ചറാണ് തേർഡ് പിക്ചറിലും കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈൻ്റെ ഉൾഭാഗത്ത്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ അനേകം ലക്ഷക്കണക്കിന് വില്ലസുകൾ കാണപ്പെടും. ഈ വില്ലസുകളാണ് സർഫസ് ഏരിയ, അതായത് അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്നത്
ഈ വില്ലസുകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ വില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലസുകളിൽ വെച്ചാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. സിമ്പിൾ ഡൈജഷനിലൂടെ ഉണ്ടായ സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് വില്ലസുകളിൽ വെച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വില്ലസിൻ്റെ സ്ട്രക്ചർ അതിനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ പിക്ചറൊന്നും എല്ലാവരും നോക്കുക. 2.6 അതിൽ വില്ലസിനകത്ത് വില്ലസിൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, ലാക്റ്റിയലും ഉണ്ട്. അത് രണ്ടും മാത്രമേ ഉള്ളൂ അല്ലേ വില്ലസിനകത്ത് കാണുന്നത്. ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലസിനകത്ത് വെച്ചാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. സ്മോൾ ഇൻറ്റസ്റ്റൈനിനകത്ത് അബ്സോർപ്ഷന്, സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഭാഗത്തെയാണ് വില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വില്ലസിനകത്ത് ഉള്ള ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ വഴി ഉണ്ടാകുന്ന ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അബ്സോർബ് ചെയ്യുന്നത്. ഇവ കൂടാതെ പ്രോട്ടീൻ്റെ ഡൈജഷനിലൂടെ ഉണ്ടായ സിമ്പിൾ ന്യൂട്രിയൻ്റാണ് അമിനോ ആസിഡ്. ആ അമിനോ ആസിഡും അബ്സോർബ് ചെയ്യണത് ഈ വില്ലസിനകത്തുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ്. ഓക്കെ, ഇനി വില്ലസിനകത്തുള്ള വേറൊരു കുഴൽ കൂടിയുണ്ട്, അതാണ് ലാക്റ്റിയൽ. ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ആണ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. എന്തിൻ്റെ ഡൈജഷനിലൂടെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഉണ്ടാവുന്നത്? ഫാറ്റിൻ്റെ ഡൈജഷനിലൂടെ അല്ലേ? അപ്പോൾ ഫാറ്റിൻ്റെ ഡൈജഷനിലൂടെ ഉണ്ടായ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ അബ്സോർബ് ചെയ്യണത് ലാക്റ്റിയലിലേക്കാണ്. ഓക്കെ, ലാക്റ്റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് ഡക്റ്റിൻ്റെ ഒരു ശാഖയാണ് കാപ്പിലറീസ്. മനസ്സിലായോ? ലിംഫ് കാപ്പിലറീസ് ആണ് ഈ ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ഇവയൊക്കെ വാട്ടറിൽ സൊല്യൂബിൾ ആവുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ടാണ് അവ ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഫാറ്റി ആസിഡും ഗ്ലിസറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടറിൽ സൊല്യൂബിൾ ആവില്ല. അതുകൊണ്ടാണ് അവ ലാക്റ്റിയലിലേക്ക്, ലിംഫ് കാപ്പിലറീസ് ആയ ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സും 90% വാട്ടറും അബ്സോർബ് ചെയ്യുന്നത് ബ്ലഡ് കാപ്പിലറീസിലേക്കാണ്. ഓക്കെ, ലാക്റ്റിയലിലേക്ക് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഓൺലി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വില്ലൈ ആർ സ്മാൾ ഫിംഗർ ലൈക്ക് പ്രോജക്ഷൻസ് ഇൻ ദ വാൾ ഓഫ് ദ intestine. These increase the surface area of absorption of nutrients to a great extent within the small intestine. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? അതായത് ഈ ന്യൂട്രിയൻസിനെ ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്ത് ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വില്ലസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വില്ലസുകൾ ഈ സർഫസ് ഏരിയ കൂട്ടുന്നതിലൂടെ കൂടുതൽ ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി വില്ലൈ ആർ കവേർഡ് വിത്ത് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഒരു വില്ലൈ കവർ ചെയ്തിട്ട് ഓരോ വില്ലേനെയും കവർ ചെയ്ത് ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് കാണാൻ പറ്റുന്നുണ്ട് പിക്ചറിൽ അല്ലേ? നെക്സ്റ്റ് എന്താണ്? വില്ലൈ ഓൾസോ കണ്ടെയ്ൻ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലാക്റ്റിയൽസ്. ബ്ലഡ് കാപ്പിലറീസും ലാക്റ്റിയലും ഒക്കെ കാണപ്പെടും. ലാക്റ്റിയൽസ് ആർ ദ ലിംഫ് കാപ്പിലറീസ്. വാട്ടർ സൊല്യൂബിൾ സിമ്പിൾ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് fatty acid and glycerols are not absorbed into the blood. Why? They are not soluble in water. Okay, പിന്നെ ഇത് കൂടാതെ 90% ഓഫ് വാട്ടറിൻ്റെയും അബ്സോർപ്ഷൻ വില്ലസിൽ വെച്ച് നടക്കുന്നുണ്ട്. ബ്ലഡ് കാപ്പിലറീസിലേക്കാണ് 90% ഓഫ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് അതിൽ പേജ് നമ്പർ 27 ഇൻഡിക്കേറ്റേഴ്സ് ഒന്ന് നോക്കുക. ലെങ്ത് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് വില്ലസ്. എന്താണ് അതിൻ്റെ ആൻസർ?
Small intestine is arranged in the form of multiple folds and coils. Then the length of small intestine is 5 to 6 meters. Okay. Next question, villi and surface area of absorption. എങ്ങനെയാണ് വില്ലസുകൾ പിന്നെ അതിൻ്റെ സർഫസ് ഏരിയ അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ ആയിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് എൻ്റെ ആൻസർ? villi increase the surface area of absorption of nutrients to a great extent within the small intestine. Okay. Absorption of simple nutrients into the blood. ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് and amino acids and 90% of water. Then last question, absorption of simple nutrients into the lymph. ലിംഫിലേക്ക് അബ്സോർബ് ചെയ്യുന്ന സിമ്പിൾ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് അല്ലേ? ലിംഫിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് കാപ്പിലറി ആണ് ലാക്റ്റിയൽ അല്ലേ? അപ്പോൾ ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ആണ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഓക്കെ. അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ നോട്ടിൽ എഴുതണം. പിന്നെ പേജ് നമ്പർ 26 സ്ട്രക്ചർ ഓഫ് വില്ലസ് വരച്ച് ലാബിൽ ചെയ്യുകയും വേണം. ഓക്കെ. അപ്പോൾ നമ്മുടെ അബ്സോർപ്ഷൻ തുടങ്ങുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് വില്ലസ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ വില്ലസിലുള്ള ലാക്റ്റിയലിലേക്കും ബ്ലഡ് കാപ്പിലറീസിലേക്കുമാണ് ഈ ഡൈജഷനിലൂടെ ഉണ്ടായ സിമ്പിൾ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യണത്. അപ്പോൾ ഈ ബ്ലഡ് കാപ്പിലറീസിൻ്റെയും ലാക്റ്റിയലിൻ്റെയും ഭിത്തിയിലുള്ള സെൽസ്, ഭിത്തി എന്ന് പറഞ്ഞാൽ വാൾസിലുള്ള സെൽസ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതിൽ വലിയൊരു റോള് ഈ സെൽസിനുണ്ട്. ഏത് പ്രോസസ്സാണ്? അബ്സോർപ്ഷൻ നടക്കുന്നതിൽ. ഓക്കെ. അപ്പോൾ അതായത് ഈ സിമ്പിൾ ന്യൂട്രിയൻസ് അങ്ങനെ നേരിട്ട് അങ്ങോട്ട് ബ്ലഡ് കാപ്പിലറീസിലേക്ക് അത് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ട് കയറില്ല. ഓക്കെ. അതിന് ചില പ്രോസസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെല്ലിനകത്തേക്കും. അതുപോലെ അതായത് ബ്ലഡ് കാപ്പിലറീസിൻ്റെ വാളിലുള്ള സെല്ലിനകത്തേക്ക് ഈ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ പ്രോസസ്സ് ഉണ്ട്. അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അത്തരം പ്രോസസ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഈ സിമ്പിൾ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ നടക്കുന്നത് ആ ന്യൂട്രിയൻസിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ്. ലിസൺ ഹിയർ. Absorption of simple nutrients from the small intestine takes place along and against the concentration gradient. The simple diffusion, facilitated diffusion and osmosis are movements of molecules from a region of higher concentration to a region of lower concentration. മനസ്സിലായോ? അതായത് പിന്നെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 3 പ്രോസസ്സാണ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. അപ്പോൾ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഈ ബ്ലഡിലേക്കും അതുപോലെ ലാക്റ്റിയലിലേക്കും ഒക്കെ നടക്കുന്നത് ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ചാണ്. അങ്ങനെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ച് ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ആ 3 പ്രോസസ്സാണ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. ഫസ്റ്റ് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു എ ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. അതായത് മോളിക്യൂൾസ് ഏറ്റവും കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, അതായത് എങ്ങനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പേജ് നമ്പർ 27 ഫിഗർ 2.5
കാണിച്ചിട്ടുള്ളത്. നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ ഹയർ കോൺസെൻട്രേറ്റഡ് മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ ഉള്ളൊരു ഭാഗമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ലോവർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് കുറവുള്ളൊരു റീജിയനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇടയിലുള്ളത് ഒരു സെൽ വാളാണ് എന്നുള്ളത് നമ്മളൊന്ന് സങ്കല്പിക്കുക. അപ്പം കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് മോളിക്യൂൾസ് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂൾസ് അപ്പുറത്തേക്ക് കിടക്കും. ഏത് പ്രോസസ്സിൻ്റെ ഹെൽപ്പോടെ? ആ പ്രോസസ്സിനാണ് പറയുക സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും അബ്സോർപ്ഷൻ ലാക്റ്റിയലിലേക്ക് നടക്കുന്നത്. മനസ്സിലായോ? The absorption of fatty acid and glycerol to lacteal takes place by simple diffusion. So what is simple diffusion? It is the movement of molecules from a higher concentrated region to a lower concentrated region. The absorption of fatty acid and glycerol to lacteal take place by simple diffusion. Next, facilitated diffusion. Facilitated diffusion is the movement of molecules from a higher concentrated region to a lower concentrated region with the help of some protein molecules present in the cell membrane. മനസ്സിലായോ? അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? സിമ്പിൾ ഡിഫ്യൂഷനിൽ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് സ്വയം മോളിക്യൂൾസ് അങ്ങോട്ട് നീങ്ങുകയാണ്. അതിനെയാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുക. ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് അതിൻ്റെ സെൽ വാളിലുള്ള ചില പ്രോട്ടീനുകളുടെ ഹെൽപ്പോടെയാണ് ഈ മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷനിലൂടെ ഉണ്ടായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് പിന്നെ പ്രോട്ടീൻ്റെ ഡൈജഷനിലൂടെ ഉണ്ടായ അമിനോ ആസിഡ്സും ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. മനസ്സിലായോ? The absorption of glucose, fructose, galactose and some amino acids into the blood capillaries takes place by facilitated diffusion. ഓക്കെ, അപ്പോൾ രണ്ടും ക്ലിയർ ആയല്ലോ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റീസ് മനസ്സിലായോ? സിമിലാരിറ്റീസ് എന്താണ്? രണ്ട് പ്രോസസ്സിലും മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അത് രണ്ടിലും ഒരേപോലെയാണ്. പക്ഷേ ഡിഫറൻസ് എന്താണ്? സിമ്പിൾ ഡിഫ്യൂഷനിൽ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ അല്ലേ, അത് സ്വയമാണ് നടക്കുന്നത്. ഇവിടെ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ദ സെൽ വാൾ. ഓക്കെ, അതാണ് ഡിഫറൻസ്. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ് ഓസ്മോസിസ്. ഓസ്മോസിസ് ഹെൽപ്പ് ചെയ്യണത് വാട്ടറിൻ്റെ അബ്സോർപ്ഷനാണ്. ഓസ്മോസിസ് ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടർ മോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷന് മാത്രം ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓസ്മോസിസ്. ഓസ്മോസിസിലൂടെ വേറെ ഒരു മോളിക്യൂൾസും മൂവ് ചെയ്യില്ല, വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് നോക്കാം നമുക്ക്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ് by osmosis അല്ലേ. Osmosis is the movement of water molecules from a higher concentrated region to lower concentrated region through a semi-permeable membrane. This is called osmosis. മനസ്സിലായോ? അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനനുസരിച്ച് തന്നെയാണ് ഓസ്മോസിസ് നടക്കുന്നത്. സിമ്പിൾ ഡിഫ്യൂഷനെയും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനെയും പോലെ തന്നെ. അപ്പോൾ ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയണിലേക്ക് വാട്ടർ മോളിക്യൂൾസ് കടക്കുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെയാണെന്ന് മാത്രം. ഓക്കെ, എന്താ ഡിഫറൻസ് എന്ന് മനസ്സിലായോ? Osmosis is the movement of water molecules from a region of higher concentration to a region of lower concentration through a semi-permeable membrane. Okay.
ഇനി ലാസ്റ്റ് ഒരു പ്രോസസ്സ് കൂടിയുണ്ട് അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് അനുസരിച്ചല്ല, കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് നടക്കുന്നത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഓക്കെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ദ molecules absorbed from a region of lower concentration to a region of higher concentration by utilizing energy and help of carrier proteins. ഓക്കെ, അതായത് ചില കാരിയർ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോടെ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മോളിക്യൂൾസ് ആർ അബ്സോർബ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ബൈ യൂട്ടിലൈസിങ് എനർജി ആൻഡ് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നേരത്തെ സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്, ഇതിലൊക്കെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനനുസരിച്ചാണ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്തത് അല്ലേ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്തത്. ഇവിടെ മാത്രം ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിന് എഗെയിൻസ്റ്റ് ആണ്. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ബൈ യൂട്ടിലൈസിങ് എനർജി ആൻഡ് ദ ഹെൽപ്പ് ഓഫ് സം കാരിയർ പ്രോട്ടീൻസ്. ഓക്കെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഒരു എക്സാമ്പിളാണ്, അതായത് ഗ്ലൂക്കോസിൻ്റെയും സാൾട്ടിൻ്റെയും ഒക്കെ കോൺസെൻട്രേഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കുറവായിരിക്കും ബ്ലഡിനെ അപേക്ഷിച്ച്. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഈ ഗ്ലൂക്കോസും സാൾട്ട്സൊക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന പ്രോസസ്സിലൂടെയാണ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സ്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ അതിൽ പേജ് നമ്പർ 28 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ്സസ് വിച്ച് ഹെൽപ്പ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്. ഇതൊക്കെയാണ് പ്രോസസ്സ്: സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. Similarities of all these processes are molecules are moved from higher concentrated region to lower concentrated region. Differences are in simple diffusion, molecules are moved from higher concentrated region to lower concentrated region. And in facilitated diffusion, molecules are moved from higher concentrated region to lower concentrated region with the help of protein present in the cell membrane. Osmosis, the molecules, water molecules are moved from higher concentrated region to lower concentrated region through a semi-permeable membrane. Okay, അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ്, അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് എങ്ങനെയാണ് നടക്കുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഹെൽപ്പ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് സോൾട്ട്സ് ഡിക്രീസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ ദ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ടേക്സ് പ്ലേസ് ദ അബ്സോർപ്ഷൻ ഓഫ് ദ ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഓക്കെ, അബ്സോർപ്ഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി നടക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഫുഡ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് 90% വാട്ടറെയാണ് ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വാട്ടറും സോൾട്ട്സും ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർബ് ചെയ്യും. അപ്പോൾ വാട്ടറിൻ്റെയും ബാക്കിയുള്ള വാട്ടറിൻ്റെയും സാൾട്ട്സിൻ്റെയും കൂടെ അബ്സോർപ്ഷനും കൂടി ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ ബാക്കി അവിടെ അവശേഷിക്കുന്നത് മുഴുവനായും വേസ്റ്റ് മാത്രമായിരിക്കും.
ആ വേസ്റ്റ് റക്റ്റത്തിൽ വന്ന് സ്റ്റോർ ചെയ്യും. റക്റ്റത്തിൽ നിന്നത് ഏനസിലൂടെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കഴിഞ്ഞാലാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുക. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ 4 to 5 hours എങ്കിലും ആവശ്യമാണ്. ഓക്കെ. ഒരു തവണ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷൻ കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതായത് ഫുഡിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതൊക്കെ ഡൈജഷൻ നടന്ന് സിമ്പിൾ ന്യൂട്രിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പൂർത്തിയാവില്ല. അവ അബ്സോർപ്ഷൻ നടന്ന് വേണ്ട ഭാഗങ്ങളിലേക്കൊക്കെ എത്തുകയും ബാക്കി ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വരുന്ന വേസ്റ്റ് രക്തത്തിൽ വന്ന് സ്റ്റോർ ചെയ്ത് ഏനസിലൂടെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സ് ഡൈജഷനാണ്. അപ്പോൾ അത്രയും കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 4 to 5 hours ആണ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പിന്നിലുള്ള സയൻറ്റിഫിക് എന്താണെന്ന് മനസ്സിലായോ? സയൻറ്റിഫിക് ഫാക്റ്റ് എന്താണെന്നുള്ളത്? അപ്പോൾ അതായത് ഒരു തവണ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷൻ എടുക്കാൻ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ 4 to 5 hours ആണ്. ആ 4 to 5 hours കഴിഞ്ഞിട്ടേ നെക്സ്റ്റ് ഇൻടേക്ക് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഡൈജഷന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? Plants which prepare and use food by themselves do not have a digestive system. Then why do we who receive food from plants have a digestive system? പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും അവ യൂസ് ചെയ്യുകയും ചെയ്യുന്ന പ്ലാന്റ്സിന് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. ആ പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ ഫുഡ് റിസീവ് ചെയ്യുന്ന നമ്മളിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. എന്തിനാണത് അല്ലേ? എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? അപ്പോൾ ഇതുവരെ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ? അതായത് ഇപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻ ടു സിമ്പിൾ ആൻഡ് ഈസിലി അബ്സോർബിൾ ഫോംസ് അല്ലേ? ഡൈജഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻ ടു സിമ്പിൾ ആൻഡ് ഈസിലി അബ്സോർബിൾ ഫോംസ്. അപ്പോൾ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസാണ് അല്ലേ? ഈ ഗ്ലൂക്കോസ് സിമ്പിൾ ന്യൂട്രിയൻ്റ് അല്ലേ? സിമ്പിൾ മോളിക്യൂൾ അല്ലേ? അപ്പോൾ ഈ സിമ്പിൾ മോളിക്യൂളായ ഗ്ലൂക്കോസിന് പിന്നെ ഒരു ഡൈജഷൻ നടക്കേണ്ട ആവശ്യമില്ല. അതെന്ന് പറഞ്ഞാൽ അബ്സോർബിൾ ഫോമാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിൽ അങ്ങനെയല്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡിലുള്ള മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ആ കോംപ്ലക്സ് മോളിക്യൂൾസിനെ ഡൈജഷനിലൂടെ മാത്രമേ സിമ്പിൾ മോളിക്യൂൾസ് ആക്കി, സിമ്പിൾ ന്യൂട്രിയൻസ് ആക്കി മാറ്റുകയുള്ളൂ. എങ്കിലേ അവ സെല്ലിലേക്കൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 29 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇഫ് indigestible fibers are included in our diet, will it cause indigestion? അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? ഇൻഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡൈജഷന് കാരണമാവില്ലേ എന്നുള്ളത്. ഫൈബേഴ്സ് റിച്ച് ഫുഡ്സ് ധാരാളം കഴിക്കുന്നത് നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാനൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസ് ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ്സാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ അത് ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്ത് നമ്മൾ സംരക്ഷിക്കാനായിട്ട്, ആരോഗ്യം സംരക്ഷിക്കാനായി ഇങ്ങനെ ഫൈബർ റിച്ച് ഫുഡ്സ് ധാരാളം കഴിക്കുക. പിന്നെ ഓവറായിട്ട് ഫുഡ് കഴിക്കാണ്ടിരിക്കുക, ജങ്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കുക. പിന്നെ ഈ ടേസ്റ്റ് എന്തൊക്കെ കൂട്ടാനായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്നുള്ളതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം.
അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഡൈജഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ, പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് പാർട്സ്, നെക്സ്റ്റ് സൈറ്റ്സ് ഓഫ് ഡൈജഷൻ, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, ഡൈജസ്റ്റീവ് ജ്യൂസസ് ആൻഡ് ഡൈജസ്റ്റീവ് എൻസൈംസ്. ഓക്കെ, നെക്സ്റ്റ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. പിന്നെ നമ്മൾ പഠിച്ചത് പ്രോസസ് വിച്ച് ഹെൽപ്പ് ഇൻ ദ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യണ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ പറഞ്ഞ നോട്ട്സ് എല്ലാവരും എഴുതാം കേട്ടോ.